ഇതാണ് ഫോർഡ് റേഞ്ചർ. നമ്മുടെ അവിടെ പുതിയതായിട്ട് വരാൻ പോകുന്ന എൻഡവർ ഇതുപോലെ ആയിരിക്കും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നേക്കുന്നത് ഒരു V6 ടർബോ ഡീസൽ എഞ്ചിനാണ്. കണ്ടില്ലേ, V6 ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, കാണുന്നുണ്ടോ? പിന്നെ ഇതിൻ്റെ അകത്ത് 3 എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒരെണ്ണം ഒരു ഇൻലൈൻ 4 വിത്ത് സിംഗിൾ ടർബോ, പിന്നെ ഒരു ഇൻലൈൻ 4 വിത്ത് ബൈ ടർബോ, പിന്നെ ഈ V6 ഇതിൻ്റെ മുകളിലൊരു വേർഷൻ ഉണ്ട്, റേഞ്ചർ റാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. അതിന് സെയിം V6 എഞ്ചിൻ വിത്ത് ബൈ ടർബോ എന്ന് തോന്നുന്നു. പിന്നെ ഇൻറ്റീരിയർ കാണിക്കാനാണെങ്കിൽ ഇതാണ് ഇത് ഇൻറ്റീരിയർ. കൺട്രോൾസ്, വലിയ ടച്ച് സ്ക്രീൻ, പുതിയ ഫോർഡിൻ്റെ സ്റ്റിയറിങ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ബാക്ക് കാണുന്നുണ്ടോ? ഇതാണ് ബാക്ക്. ഇതിവിടെ ഒരു പിക്കപ്പ് ട്രക്കായിട്ടാണ് ഇത് ഇറങ്ങണത്. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ക്ലോസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ i4 വിത്ത് സിംഗിൾ ടർബോയിൽ ഈ സംഭവം ഇല്ല, അത് ഒരു ബേസ് വെർഷനാണ്. ഇതാണ് ഇതിൻ്റെ ബാക്കിലെ ലുക്ക്, അങ്ങനെയൊക്കെയാണ്. പിന്നെ എക്സ്പ്ലോറർ ഇപ്പോൾ ചെറുതാക്കിയത് കൊണ്ട് ഫോർഡിന് ഒരു ഫുൾ സൈസ് SUV ജർമ്മനിയിലില്ല. എന്തുകൊണ്ട് ഇവർ ഈ വണ്ടി പിക്കപ്പ് ട്രക്ക് ആക്കിയിട്ട് ഇറക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് സ്റ്റിൽ ലുക്സ് കൂൾ. അപ്പോൾ ഇത്രേ ഉള്ളൂ.